ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവർ ട്രെയിൽസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അവിടേക്ക് ഇതിന് എന്ത് പേരാ പറയണേന്ന് എനിക്കറിയില്ല. ഇവിടെ ഇതിന് പറയണതാണ് ചന്ദ്രക്കാരൻ മാങ്ങ. അപ്പോൾ ഇത് നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞ് അതിൻ്റെ തൊണ്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മാങ്ങയുടെയും തൊണ്ടൊന്ന് കളഞ്ഞിട്ട് വരാം. അപ്പം നമ്മുടെ മാങ്ങയുടെ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതൊന്ന് മാറ്റം വരുത്താം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. മാങ്ങയൊക്കെ വെന്ത് വന്ന വരെ നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. മാമ്പഴം എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി മാമ്പഴം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മാമ്പഴം എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരപ്പിന് എടുത്തേക്കുന്നത് 1 മുറി നാളികേരം ചിരവിയത്, ജീരകം, 2 ചുവന്നുള്ളി, 2 കറിവേപ്പില. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയിലിട്ടിട്ട് അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറി പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മോരാണ് ഒഴിക്കുന്നത്. മോരൊഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്കിടേണ്ട ഒരു സാധനമാണ് പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് മധുരത്തിന് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കരയാണെങ്കിലും ഒരു ചെറിയ ശർക്കര കഷ്ണം ഇട്ട് കൊടുക്കാം മധുരത്തിനായിട്ട്. നല്ലോണം ഒന്ന് ചൂടാവുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. കറിയെല്ലാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് നടുവെ കീറിയത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.